കടകളുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കുട ഇങ്ങനെ അടയുമെന്ന് പറഞ്ഞല്ലോ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കുട ഇങ്ങനെ അടക്കൂട്ടോ. അത് കണ്ട് നിൽക്കുക എന്ത് രസമാണെന്ന് പറയാം. അത്രയും വലിയ കുട, ഒരുപാട് എനിക്ക് തോന്നുന്നു 400-ന് അധികം കുടകളുണ്ട് മദീന പള്ളിയുടെ ചുറ്റിലും. അത് നിങ്ങൾ നോക്ക്, മാഷാ അല്ലാഹ്, അങ്ങനെ കുട ഇങ്ങനെ അടഞ്ഞിട്ട് ഒരു തൂണ് പോലെ ആവും. രാവിലെ ആകുമ്പോൾ പിന്നെ അത് തുറക്കൂട്ടോ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും. അപ്പോൾ ഇതിന് കുടേൻ്റെ താഴെ നിസ്കരിച്ചവരുണ്ടോ? നിങ്ങൾക്ക് ഒരിക്കലും ചൂട് അനുഭവപ്പെടില്ല അല്ലേ? എത്ര ഉച്ചക്കാണെന്നുണ്ടെങ്കിലും കുടേൻ്റെ താഴെ വന്ന് നിസ്കരിക്കാൻ നേരത്തെ വന്ന് നിസ്കരിക്കാനുള്ള സ്ഥലം പിടിച്ചാലും കുഴപ്പമില്ല, ചൂട് അധികം തോന്നൂല. പിന്നെ അവിടുത്തെ സ്പ്രേ ചെയ്യുന്ന ഫാനും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, നല്ല പവറുള്ള ഫാനാണ്. അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമായിരിക്കും ചൂടിന്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അങ്ങോട്ട് നോക്കി നിങ്ങൾ, ആ ഒരു മിനാരവും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കുട ഇങ്ങനെ അടഞ്ഞു എല്ലാം ഇപ്പോൾ ഒരു തൂണ് പോലെ അല്ലേ. അവിടുത്തെ മിനാരത്തിൻ്റെ തൊട്ടടുത്ത് മിനാരവും അതുപോലെ തന്നെ തൂണും ഇപ്പോൾ ഏകദേശം ഒരുപോലെ. മാഷാ അല്ലാഹ്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞൊരു പാർക്കും ചില ഈ പള്ളിയിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങുന്ന 310, 309, 308 ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ ഗേറ്റ് കൂടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ ഈ ചൂട് കുറയുന്ന സമയത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇഷാന് ഒരു മണിക്കൂർ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ അവിടെ വന്നിരുന്ന് ഇഷാന് പിന്നെ നിസ്കരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് അവിടെ റെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് മസ്ജിദുൽ ഗമാമ എന്ന് പറയുന്ന പള്ളിയാണ്. മുമ്പ് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി കാണുന്നത് ഭയങ്കര ആഗ്രഹം. മസ്ജിദുൽ ഗമാമ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മഴ ലഭിക്കാതിരുന്ന സമയത്ത് മഴ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് നിസ്കാരം, പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ചിരുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. മാഷാ അല്ലാഹ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്. നമുക്ക് ആ ഒരു സ്ഥലം കാണാം. മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സ്ഥലമാണെന്ന് പറയുമ്പോൾ ഉണ്ടാവില്ല അതിനൊരു പ്രത്യേക ഒരു പുണ്യം, ഒരു പവിത്രത എന്ന് പറയില്ലേ. മാഷാ അല്ലാഹ്. അപ്പോൾ സ്ഥലം ഒന്ന് കാണണം തോന്നി. എപ്പോഴും ഇത് അടച്ചിടക്കലാണ്. ഈ ഒരു ചില സമയത്ത് നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ ഇത് അടച്ചിട്ടുണ്ട്, അപ്പോൾ കയറി കാണാൻ പറ്റില്ല, പുറമേ നിന്ന് കണ്ടിട്ട് പോവാം. പക്ഷെ ഇപ്പോൾ അൽഹംദുലില്ലാ അത് കയറി കാണാൻ പറ്റി. എന്നെക്കാളും മുമ്പ് കയറി കണ്ടവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി എന്നുള്ളൂ. ഞാൻ ഓൾറെഡി പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വന്നതായതുകൊണ്ട് ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ട് ഇവിടെ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങേണ്ട ചെരുപ്പൊക്കെ ചിലപ്പോൾ ഇവിടെ വെച്ച് പോയാൽ ചിലപ്പം പോയാലോ. അപ്പോൾ അതുകൊണ്ട് വേഗം ചെരുപ്പിട്ടിട്ട് സ്ഥലം കാലിയാക്കാം. വലിയ തലപ്പാവൊക്കെ വെച്ചിട്ട് ഇറാഖുകാരാണോ ഇറാനുകാരാണോ എനിക്ക് അറിയില്ല. ഇത് കണ്ടോ, എനിക്കൊന്നും ഇറാഖുകാരാണ്, ഇറാനികളാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ, അറിയില്ല കേട്ടോ. എന്തായാലും മാഷാ അല്ലാഹ് എല്ലാവർക്കും വന്ന് ഈ ഒരു സ്ഥലമൊക്കെ കാണാനൊക്കെ പറ്റിയല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ കാണും മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു ബോർഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരുന്ന് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഈദ് നിസ്കാരമൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നിർവഹിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഓരോ ഖലീഫമാരുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ ഈദ് നിസ്കാരമൊക്കെ നിർവഹിച്ചിരുന്ന സ്ഥലത്ത് ഇങ്ങനെ പള്ളികൾ നിർമ്മിച്ചത്. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഒരു പള്ളി അത്